അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഈ കുരുവട്ടൂരികളെ സംബന്ധിച്ച് ഇങ്ങനെ പറയുമ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട്, എന്താണ് അവരിലുള്ള കുഴപ്പം, എന്തൊക്കെയാണ് അവരിലുള്ള പ്രശ്നം? വെറും അവർ ഈ തെറി പറയുന്നതും ആക്ഷേപിക്കുന്നതും അധിക്ഷേപിക്കുന്നതും മാത്രമല്ല, കുഫ്രിയത്തിന്റെയും മുഅ്തസിലത്തിന്റെയും വാദങ്ങൾ അവരിലുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, സഹായം തേടുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ കുരുവട്ടൂരികളുടെ വിശ്വാസം എന്താണ് ഇപ്പോൾ? നേരത്തെ അവരുടെ വിശ്വാസം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്താണോ വിശ്വസിച്ചിരുന്നത് അതായിരുന്നു. അതേസമയത്ത് ഈ അടുത്ത കാലത്തുള്ള അവരുടെ പ്രസംഗങ്ങളൊക്കെ ഓരോന്ന് എടുത്തു നോക്കിയാൽ നമുക്കതിൽ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. കുഫ്രിയത്തിന്റെ വാദമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്ത് വൽ ജമാഅ ഇവിടെ പഠിപ്പിക്കുന്നത് എന്താ? നമ്മൾ ബദരീങ്ങളോട് സഹായം തേടുകയാണെങ്കിലും, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുകയാണെങ്കിലും, മമ്പുറത്തെ തങ്ങളെ കാക്കണേ എന്ന് പറയുകയാണെങ്കിലും, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ സഹായം തേടുകയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, എല്ലാ സഹായങ്ങളും അല്ലാഹുവിൽ നിന്നാണ്. അതേ സമയത്ത് ബദരീങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഗൗസുൽ ആദം അഷ്ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഈ മഹാന്മാരൊക്കെ സബബുകളാണ്, അവര് നിമിത്തങ്ങളാണ്. യഥാർത്ഥത്തിൽ സഹായിക്കുന്നവർ അല്ലാഹുവാണ്, ഖൽഖ് ചെയ്യുന്നവൻ അല്ലാഹുവാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം, അഹ്ലുസുന്നയുടെ വിശ്വാസം. എന്നാൽ കുരുവട്ടൂരികളുടെ വിശ്വാസം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എന്നാണ് അതിന്റെ അർത്ഥം. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ഉള്ളാളത്തുനിന്ന് പ്രസംഗിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, വേറെ പല സ്ഥലത്തുനിന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടോ ബദരീങ്ങളോടോ മുഹീദ്ദീൻ ശൈഖിനോടോ നമ്മളൊരു കാര്യം പറഞ്ഞു. ഉദാഹരണത്തിന് ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞു. കാക്കുന്നവൻ അല്ലല്ലേ? അപ്പൊ പിന്നെ ബദരീങ്ങളെ ആക്കണതിന് അല്ലാഹ് ബദരീങ്ങൾക്ക് കാക്കാൻ കഴിയോ? അള്ളാഹു അല്ലേ കാക്കുന്നവൻ. അപ്പോൾ പിന്നെ അതിന്റെ അർത്ഥം എന്താണ്? ബദരീങ്ങളെ കാക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് കാവൽ വാങ്ങിത്തരണേന്ന, അത് അവര് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുക, അല്ലെങ്കിൽ അവര് ഇടപെടുക, അങ്ങനെ കാവലുണ്ടാക്കി തരിക എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ കാവലിനെ അവരെ സൃഷ്ടിക്കുക എന്നല്ല. കാരണം എല്ലാം കാവലുണ്ടാക്കി തരൽ തന്നെയാണ് അവിടെ. കേട്ടില്ലേ? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വളരെ കൃത്യമായി ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നൊക്കെ നമ്മൾ സഹായം തേടുമ്പം അത് യഥാർത്ഥത്തിൽ സഹായിക്കുന്നവനും കാക്കുന്നവനും അല്ലാഹു തന്നെയാണ്. അതേ സമയത്ത് ഇവരൊക്കെ നിമിത്തങ്ങളാണ്, ഇവർ ഇടപെടുകയാണ്. അല്ലാതെ കാവലിനെ ഖൽഖ് ചെയ്യുന്നവർ അത് ഇവരല്ല, മഹാന്മാരല്ല, ബദരീങ്ങളല്ല, ഖൽഖ് ചെയ്യുന്നവൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞപ്പം ഈ കാട്ടോളപ്പിൽ നൗഷാദ് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഉണ്ടാക്കുന്നവർ ഇവർ തന്നെയാണ്, കാവലുണ്ടാക്കുന്നവരുമാരെന്നെ എന്ന് പറഞ്ഞാൽ ഖൽഖ് ചെയ്യുന്നവരും ബദരീങ്ങൾ തന്നെയാണ്, ഖൽഖ് ചെയ്യുന്നവരും മുഹീദ്ദീൻ ശൈഖ് തന്നെയാണ്, ഖൽഖ് ചെയ്യുന്നവരും അമ്പർത്ത തങ്ങൾ തന്നെയാണ്. ഇത് കുഫ്രിയത്തിന്റെ വാദമല്ലേ സഹോദരന്മാരെ? എത്ര കൃത്യമായിട്ടാ പേരോട് ഉസ്താദ് ആ വിഷയം അവതരിപ്പിച്ചത്. എന്നിട്ട് ഇവൻ അതിനെ ഗണ്ണിച്ച് പറയുന്നത് കണ്ടില്ല നിങ്ങൾ? കാവലിനെ ഉണ്ടാക്കുന്നവരും ഈ മഹാന്മാര് തന്നെയാണ്, ബദരീങ്ങൾ തന്നെയാണ് എന്നാണ് കുരുവട്ടൂരികൾ വിശ്വസിക്കുന്നത്. ഇത് കുഫ്രിയത്തിന്റെ വാദമല്ലേ? ഇനി നോക്കൂ, മഹാന്മാരായ ആളുകളോട് നമ്മൾ സിഫയാക്കണേ എന്ന് പറയാറുണ്ട്, എന്റെ രോഗം മാറ്റണേ എന്ന് പറയാറുണ്ട്. ബദരീങ്ങളെ എന്റെ രോഗം മാറ്റണേ, ബദരീങ്ങളെ എന്റെ രോഗം സിഫയാക്കണേ, മുഹീദ്ദീൻ ശൈഖെ എന്റെ രോഗം സിഫയാക്കണേ. ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ അതിനെ സംബന്ധിച്ച് കാട്ടുവളപ്പിൽ നൗഷാദ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എടുക്കാൻ ഈ ബാക്കി പോണ്, എന്നിട്ട് ഇതിൽ അതിനപ്പുറത്ത് വല്ല ഒന്നൊരു വാക്കും കൂടി പറയാൻ, ബദരീങ്ങളോട് രോഗം ശിഫയാക്കണേ എന്ന് പറഞ്ഞാൽ ബദരീങ്ങൾക്ക് അതിന് കഴിവില്ല എന്ന് നമുക്കറിയാലോ. എന്നിട്ട് ആയത്തോത് വൈദാ മരിൽതു ഫഹുവ യസ്ഫീൻ, ഇവനെ എന്നോ KNM-ന്റെ ഓഫീസിലെ പ്യൂണാക്കേണ്ട അവസ്ഥയുള്ളത്. വെച്ചുകൊടുക്ക, അടുത്ത് പറയട്ടെ, കേട്ടോളൂ, ഇത് തമാശ പറയല്ല. ഏതെങ്കിലും ഒരാൾ ബദരീങ്ങളെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദരീങ്ങൾക്ക് കഴിയൂലല്ലോ. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു ആണല്ലോ. വൈദാ മരിൽതു ഫഹുവ യസ്ഫീൻ, രോഗമായാൽ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ? നമ്മൾക്ക് റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചില്ലേ? അല്ലാഹുമ്മ ഇന്നക അന്തശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക്, അല്ലാഹുവേ നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, നീയല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവനില്ല. എന്നാൽ ഒരാള് ബദരീങ്ങളെ രോഗം സുഖപ്പെടുത്തണേ എന്നങ്ങ് പറഞ്ഞു പോയാലോ, അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് പറയാൻ പാടില്ല, കുഫ്ർ ചെയ്തു എന്ന് പറയാൻ പാടില്ല, ഹറാം ചെയ്തു എന്ന് പറയാൻ പാടില്ല, കറാഹത്ത് ചെയ്തു എന്ന് പറയാൻ പാടില്ല. മറിച്ച് മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ രോഗശമനത്തിന് വേണ്ടി നിങ്ങൾ ഇടപെടണേ എന്നാണ്. രോഗം സുഖപ്പെടുത്തണേ എന്നാണ്, സുഖപ്പെടാൻ നിങ്ങൾ ഇടപെടണേ എന്നാണ്. ഇതുപോലെ ഒരു ഡോക്ടറോട് ഒരാൾ ചെന്നിട്ട് ഡോക്ടറെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും തന്നെ
ഡോക്ടർ രോഗം സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കൂല. എവിടെ എത്തി? എന്താണ് ഈ പറയുന്നത്? എത്ര കൃത്യമായിട്ടാണ് പേരോട് ഉസ്താദ് ഈ വിഷയം വിശദീകരിച്ചത്. ബദരീങ്ങളെ രോഗം മാറ്റണേ, മൊഹീദ്ദീൻ ശൈഖെ രോഗം ശിഫയാക്കണേ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും സ്വന്തമായിട്ട് രോഗം മാറ്റാനുള്ള കഴിവില്ലല്ലോ. യഥാർത്ഥത്തിൽ രോഗം മാറ്റുന്നവൻ അല്ലാഹു അല്ലേ? പിന്നെ അങ്ങനെ നമ്മൾ ബദരീങ്ങളെ രോഗം മാറ്റണേ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലാണ് വളരെ കൃത്യമായി തന്നെ പേരോട് ഉസ്താദ് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നൗഷാദ് അതിനെ സംബന്ധിച്ച് പറയുന്നത് കണ്ടു നിങ്ങൾ, എവിടെ എത്തിപ്പോ? ഇതാണ് അവന്റെ ചോദ്യം. എന്നിട്ട് അഹ്ലുസുന്നയുടെ വിശ്വാസമാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. എന്നാൽ കുരുവട്ടൂരുകളുടെ ഈ വിഷയത്തിലുള്ള വിശ്വാസം എന്താണ്? തനിച്ച കുഫ്രിയത്തിന്റെ വാദമാണ് ഈ കുരുവട്ടൂരുകൾ ഈ വിഷയത്തിലും പറയുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളെ രോഗം മാറ്റണേ എന്ന് ബദരീങ്ങളോട് പറയുമ്പോ ബദരീങ്ങൾക്ക് കഴിവില്ല. പിന്നെയോ വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, അള്ളയാണ് ശിഫയാക്കുന്നവൻ എന്ന് ആയത്തോതിയിട്ട് മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയാൾ പ്രസംഗിക്കുകയാണ്. ഞങ്ങളുടെ മറുപടി, ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ച് ഞങ്ങളുടെ രോഗം ശിഫയാക്കണേ എന്ന് പറയുമ്പോ ഞങ്ങളുടെ നേതാക്കളായ ബദരീങ്ങൾക്ക് രോഗം സുഖപ്പെടുത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് അഹ്ലുസുന്ന തേടുന്നത്. അത് ഡോക്ടറെ പോലെയല്ല. ഡോക്ടറും മരുന്നും അതിന്റെ വ്യത്യാസമാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ബദരീങ്ങളെ രോഗം മാറ്റണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല, കുഫറല്ല, ഹറാമല്ല, കറാഹത്തല്ല. അങ്ങനെ പറയാം, പക്ഷേ നമ്മുടെ വിശ്വാസം റെഡിയാവണം. യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ, യഥാർത്ഥത്തിൽ രോഗം മാറ്റുന്നവൻ അള്ളാഹു ആണ്. അള്ളാഹു മാത്രമാണ് രോഗം മാറ്റുന്നവൻ. അതേ സമയത്ത് ബദരീങ്ങളും മഹാന്മാരൊക്കെ അതിന് നിമിത്തങ്ങളാണ്, അതിന് കാരണങ്ങളാണ്. ആ മഹാന്മാർ ഇടപെട്ടുകൊണ്ട് നമ്മുടെ രോഗം മാറ്റി തരണം എന്നാണ് അതിന്റെ മാന എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞപ്പോ ഈ കാട്ടുവളപ്പിൽ നൗഷാദ് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? യഥാർത്ഥത്തിൽ രോഗം മാറ്റുന്നവൻ അത് ബദരീങ്ങൾ തന്നെയാണ്. ബദരീങ്ങൾക്ക് രോഗം മാറ്റാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ സ്വന്തമായി കഴിവുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ എന്താ? യഥാർത്ഥത്തിൽ രോഗം മാറ്റുന്നവൻ അള്ളാഹു ആണെന്നല്ലേ? അപ്പൊ അതിനെ ഗണ്ണിച്ച് പറയുമ്പം അങ്ങനല്ല എന്ന് നൗഷാദ് പറയുമ്പോ എന്താ ഇതിന്റെ അർത്ഥം? അപ്പൊ യഥാർത്ഥത്തിൽ രോഗം മാറ്റാനുള്ള കഴിവ് ബദരീങ്ങൾക്കുണ്ട്, യഥാർത്ഥത്തിൽ രോഗം മാറ്റാനുള്ള കഴിവ് മൊഹീദ്ദീൻ ശൈഖിനുണ്ട്, യഥാർത്ഥത്തിൽ രോഗം മാറ്റാനുള്ള കഴിവ് മഹാന്മാർക്കുണ്ട്. ഇതല്ലേ ആ പറയുന്നതിന്റെ മാന? ഇത് കുഫ്രിയത്തിന്റെ വാദമല്ലേ? യഥാർത്ഥത്തിൽ ഇവിടെ രോഗം മാറ്റുന്നവൻ അല്ലാഹു അല്ലേ? അതേ സമയത്ത് ഈ മഹാന്മാരൊക്കെ അതിന് കാരണക്കാരാവുകയാണ്. അവർ ഇടപെട്ടുകൊണ്ട് നമ്മുടെ രോഗം മാറ്റുക. ഇതല്ലേ അഹ്ലുസുന്നയുടെ വിശ്വാസം? ഇതേ വിശ്വാസം ഇന്ന് നമ്മൾ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രോഗം മാറ്റുന്ന വിഷയത്തിൽ, സഹായം തേടുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയത്തിൽ എന്താണോ നമ്മുടെ തൗഹീദ്, എന്താണോ നമ്മുടെ വിശ്വാസം, ഇതേ വിശ്വാസം തന്നെ ഈ കാട്ടുവളപ്പിൽ നൗഷാദ് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. അത് മെച്ചായിക്കന്മാരെ കൈപ്പിടിച്ചതിന്റെ ശേഷം തന്നെ ആദർശ മുന്നേറ്റങ്ങളിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് മാറി കുഫ്രിയത്തിന്റെ വാദത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, മുഅ്തസിലത്തിന്റെ വാദത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ നൗഷാദ് പറഞ്ഞിരുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ശൈഖ് ജീലാനി തങ്ങൾ സഹായിച്ചാലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചാലും ആര് സഹായിച്ചാലും സഹായത്തിന്റെ മാനദണ്ഡം അല്ലാഹയാണ്. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ബദരീങ്ങളോട് തേടിയാലും ഔലിയാക്കളോട് തേടിയാലും അതേ ഡോക്ടറോട് തേടിയാലും യഥാർത്ഥത്തിൽ തരുന്നവൻ അല്ലാഹു തന്നെ. ഇതാ സുന്നികളെ വിശ്വാസം. അത് കറകളഞ്ഞ തൗഹീദാണ്. അതിനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. ഇതാണ് കുരുവട്ടൂരുകളുടെ പഴയ തൗഹീദ്. അതേ സമയത്ത് നേരത്തെ നിങ്ങൾ കേട്ടത് പുതിയ തൗഹീദാണ്. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും. മുമ്പൊക്കെ നമ്മൾ കേട്ടിരുന്നത് വഹാബികളുടെ തൗഹീദ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. എന്നാൽ ഇപ്പൊ കുരുവട്ടൂരുകളുടെ തൗഹീദ് ഓരോ നിമിഷങ്ങളിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നേരത്തെ പറഞ്ഞിരുന്ന തൗഹീദ്. ഇനിയുണ്ട് കേട്ടൊന്നും കൂടി. മമ്പുറം തങ്ങൾ പഠിപ്പിച്ച തൗഹീദ്, ഇവിടെയാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പഠിപ്പിച്ച തൗഹീദ്, ശാഫിഈ ഇമാം പഠിപ്പിച്ച തൗഹീദ്, സ്വഹാബികൾ പഠിപ്പിച്ച തൗഹീദ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എല്ലാ സഹായത്തിന്റെയും ഉറവിടം നീയാണ്. കാരണങ്ങളുമായി ബന്ധപ്പെടാൻ നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നു. ഡോക്ടറുടെ മരുന്നിനോ ഡോക്ടർക്കോ രോഗം മാറ്റാൻ കഴിയില്ല. രോഗം തരുന്നവനും മാറ്റുന്നവനും അല്ലാഹയാണ്. ഡോക്ടറും മരുന്നും കാരണമാണ്. കാരണങ്ങളുമായി ബന്ധപ്പെടാൻ റബ്ബ് പറഞ്ഞു. രോഗമായാൽ ചികിത്സിച്ചോളൂ, ചികിത്സിച്ചാൽ സുഖപ്പെടുത്തുന്നത് അല്ലാഹുവാണ്. സുഹൃത്തുക്കളെ, ഇതേപോലെ മന്ത്രിക്കാൻ അല്ലാഹു കൽപ്പിക്കുന്നു, അമ്പിയാക്കളോട് തേടാൻ അല്ലാഹു പറയുന്നു. എല്ലാ സഹായത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. അതാണ് അനൽ ഖാസിം, ഞാനാണ് വിതരണം ചെയ്യുന്ന ആൾ. വല്ലാഹുൽ മുഅ്തി,
എനിക്ക് തരുന്നത് എന്റെ റബ്ബാണ്. ഇതാണ് തൗഹീദ് കേട്ടോ. എല്ലാം അള്ളയാണ്. അള്ള പറഞ്ഞ വഴികൾ സ്വീകരിക്കൽ അള്ളാഹുവിനെതിരല്ല. കേട്ടില്ലേ? ഇതാണ് ബദരീങ്ങളും മഖ്ദൂം തങ്ങളൊക്കെ പഠിപ്പിച്ച തൗഹീദ്. ഇത് നേരത്തെ നൗഷാദ് ഇവിടെ പഠിപ്പിച്ചതാ. അഥവാ ഡോക്ടർക്കും മരുന്നിനുമൊന്നും രോഗം മാറ്റാനുള്ള കഴിവില്ല, എല്ലാ രോഗങ്ങളും മാറ്റുന്നവൻ അല്ലാഹുവാണ്. അതുപോലെ അമ്പിയാക്കളോട് സഹായം തേടുമ്പോൾ അവർക്കൊന്നും അതിന് സ്വന്തമായ കഴിവില്ല, അവരൊക്കെ നിമിത്തങ്ങളാണ്, അവരൊക്കെ കാരണങ്ങളാണ്. യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ, യഥാർത്ഥത്തിൽ രോഗം മാറ്റുന്നവൻ അല്ലാഹുവാണ്. എത്ര കൃത്യമായ തൗഹീദ്! ഇതല്ലേ മഹാന്മാരും ഇവിടെ പഠിപ്പിച്ച തൗഹീദ്? ഇതല്ലേ നമ്മുടെ ആലിമീങ്ങൾ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തൗഹീദ്? പക്ഷേ കുരുവട്ടുവൈകൾ ഇപ്പോൾ ഇവിടെ മമ്പുറത്ത് തങ്ങളും മഖ്ദൂമുമാരൊക്കെ പഠിപ്പിച്ച തൗഹീദ് വിട്ട് ഏതോ മെച്ചായിക്കന്മാരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമാണ് എന്നും പറഞ്ഞ് വിളമ്പുന്ന തൗഹീദ്, തൗഹീദിന്റെ പേരിൽ പറയുന്നത് തനിച്ച കുഫ്രിയത്തിന്റെ വാദമാണ്, തനിച്ച കുഫറൻ വിശ്വാസമാണ്. ഇനിയും നൗഷാദിന്റെ നേരത്തെയുള്ള വിശ്വാസം എന്താണെന്ന്, പഴയ തൗഹീദ് എന്താണെന്ന് കേട്ടു നോക്കൂ. ഒന്നുകൂടി പറയട്ടെ, ഞങ്ങൾ വിശന്നാൽ ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങളെ വിശ്വാസം പഠിച്ചോ. ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല. വിശപ്പ് മാറ്റുന്നവൻ അല്ലാഹുവാണ്, ഭക്ഷണം കാരണമാണ്. പഠിച്ചു വെച്ചോ മൗലവിമാരെ തൗഹീദ്. ഞങ്ങളെ രോഗമായാൽ ഡോക്ടറെ സമീപിക്കുന്നു. ഞങ്ങളെ വിശ്വാസം ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നിനും ഒരു രോഗവും മാറ്റാൻ കഴിവില്ല. രോഗം മാറ്റുന്നവൻ അല്ലാഹുവാ, ഡോക്ടറും മരുന്നും കാരണമാണ്. ഇത് ഞങ്ങൾ അചഞ്ചലമായ തൗഹീദിന്റെ വിശ്വാസമാ. ശൈഖ് ജീലാനിയോട് ഞങ്ങൾ രോഗം മാറ്റണമെന്ന് പറയുമ്പോ ശൈഖ് ജീലാനി രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അള്ള തേടാൻ പറഞ്ഞതുകൊണ്ട് തേടിയതാ. ശൈഖ് ജീലാനി കാരണമാണ്, രോഗം മാറ്റിയത് അല്ലാഹുവാണ്. യുദ്ധത്തിൽ കണ്ണ് നഷ്ടപ്പെട്ട സ്വഹാബിക്കറിയാ കാഴ്ച തരുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ഓടിപ്പോയിട്ട് നബിയെ കണ്ണ് നഷ്ടപ്പെട്ടു പോയി, കണ്ണങ്ങ് കയ്യിൽ കൊടുത്തപ്പോ ആ കണ്ണങ്ങ് പിടിച്ച് ആ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് കണ്ണിനൊരു തടവൽ അല്ലാഹുവിന്റെ റസൂല് നിർവഹിച്ചപ്പോ കണ്ണ് തിരിച്ചു കിട്ടിയില്ലേ? തിരിച്ചു കൊടുത്തത് അല്ലാഹുവാണ്. റസൂലുള്ളാഹിന്റെ കയ്യിന്റെ സ്പർശനമാതിന്റെ കാരണം. പഠിച്ചു വെച്ചോ തൗഹീദ് പഠിക്കാതെ ഉമർ തങ്ങളുടെ ഉമർ ഖാദിയുടെ പാരമ്പര്യമുള്ള മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന നാട്ടിൽ വന്നിട്ട് നിന്റെ പൊട്ടൻ ആശയങ്ങൾ പ്രചരിപ്പിക്കാമെന്ന തോന്നൽ വഹാബികളെ നിങ്ങൾക്ക് വേണ്ട. കേട്ടില്ല? ഇതാണ് അഹ്ലുസുന്നയുടെ അചഞ്ചലമായ വിശ്വാസം എന്നാണ് നൗഷാദ് നേരത്തെ പഠിപ്പിച്ചത്. അഥവാ ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല, വിശപ്പ് മാറ്റുന്നവൻ അല്ലാഹുവാണ്. മരുന്നുകൾക്കും ഡോക്ടർക്കും രോഗം മാറ്റാൻ കഴിയില്ല, രോഗം മാറ്റുന്നവൻ അല്ലാഹുവാണ്. മരുന്നും ഡോക്ടറും കാരണങ്ങളാണ്. ഇതുപോലെ ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് രോഗം മാറ്റണേ എന്ന് പറയുമ്പോൾ രോഗം മാറ്റാൻ ശൈഖ് ജീലാനി തങ്ങൾക്ക് കഴിയില്ല, രോഗം മാറ്റുന്നവൻ അല്ലാഹുവാണ്. ശൈഖ് ജീലാനി തങ്ങൾ ഒരു കാരണമാണ്. എത്രത്തോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് യുദ്ധത്തിൽ നിന്ന് കണ്ണ് നഷ്ടപ്പെട്ട ആൾ ആ കണ്ണുമായി ചെല്ലുമ്പോൾ അല്ലാഹുവാണ് യഥാർത്ഥത്തിൽ സുഖപ്പെടുത്തുന്നത് എന്ന് ഈ സ്വഹാബിക്കറിയാം. എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഓടിച്ചെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടുകൊണ്ട് അത് സുഖപ്പെടുത്തി തരും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. ഈ രീതിയിൽ എത്ര കൃത്യമായിട്ടാ ഈ കാട്ടുവളപ്പിൽ നൗഷാദ് അവന്റെ പഴയ തൗഹീദ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോ മെച്ചായിക്കന്മാരിൽ നിന്ന് കിട്ടുന്ന, ശൈത്താന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് കുഫ്രിയത്തിന്റെ വാദങ്ങളാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്, കുഫ്രൻ വിശ്വാസങ്ങളാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഇതുപോലെ ധാരാളം കുഫ്രിയത്തിന്റെയും പേച്ച വാദങ്ങൾ ഈ കുരുവട്ടൂരികൾക്കുണ്ട്. ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.